ഹലോ ഗായ്സ്, എല്ലാവർക്കും ഓൾ അബൌട്ട് സ്പോർട്സിലേക്ക് സ്വാഗതം. ക്രിക്കറ്റിലെ കുട്ടി ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന T20 വേൾഡ് കപ്പ് ഇതാ നമുക്ക് 7-ാം തീയതി തുടങ്ങാൻ പോവുകയാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളെല്ലാവരും ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഇന്ത്യയിലും പിന്നെ ശ്രീലങ്കയിലും വെച്ചാണ്. അപ്പോ ഈ കളിയെ കുറിച്ച് സേതുവിന്റെ അഭിപ്രായം എന്താണ്? സേതു ഈ T20 വേൾഡ് കപ്പില് നോക്കിക്കാണുന്ന പ്രധാന വിഷയം. സോ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വേൾഡ് കപ്പ് ഇപ്പോ ഈ കൊല്ലം നടക്കുന്നത് 20 ടീംസ് വെച്ചിട്ടാണ്. സോ കുറെ ചെറിയ ചെറിയ ടീംസ് ഇൻക്ലൂഡഡ് ആണ്. അവർക്കൊക്കെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കാരണം ബയലാറ്ററൽ സീരീസ് ഒന്നും അങ്ങനെ നടക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോ ഇന്ത്യ പോലത്തുള്ള ടീം അല്ലെങ്കിൽ സേനാ നേഷൻസ് ആയിട്ടുള്ള ടീമായിട്ടൊക്കെ ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു ആ ഇന്റൻസിറ്റി മനസ്സിലാവും. പിന്നെ അത് മാത്രമല്ല, ഈ കൊല്ലത്തെ ഈ T20 വേൾഡ് കപ്പില് 4 ഗ്രൂപ്പാണ് ഉള്ളത്. അതില് ഇപ്പോ ചില ഗ്രൂപ്പ് ഓഫ് ഡെഡ് ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഗ്രൂപ്പ് ഓഫ് ഡെത്ത് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഇന്ത്യ ഉള്ള ഗ്രൂപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുമെന്ന് അറിയില്ല. അത് പറഞ്ഞത് പോയിന്റ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോ എനിക്ക് ചോദിക്കണം, റോഷൻ, നമ്മളിപ്പോ ഈ ഇരുന്ന വേൾഡ് കപ്പിലെ മെയിൻ ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ അവർ പാകിസ്ഥാൻ ബോയ്ക്കോട്ട് ചെയ്തിട്ടാണ്. അപ്പോ റോഷന്റെ അഭിപ്രായത്തില് എന്താണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? അതിപ്പോ നമ്മൾ ബോയ്ക്കോട്ടിന്റെ കാര്യം പറയുന്നത് തന്നെ, ഈ ബോയ്ക്കോട്ട് എന്നുള്ള ഒരിക്കലും ഒരു ഒഫീഷ്യൽ PCBയുടെ കൺഫർമേഷൻ വന്നിട്ടില്ല. അതായത് പാകിസ്ഥാൻ ഗവൺമെന്റ് അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വെച്ചതെന്നല്ലാണ്ട് PCB ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ത് ഇന്ത്യനായിട്ടുള്ള മാച്ച് ബോയ്ക്കോട്ട് ചെയ്യുന്നത്. ഇത് അവരൊരു പ്രഹസനം. എല്ലാ വേൾഡ് കപ്പിലും അവര് മാച്ചിൽ എത്തുമ്പോ എന്തെങ്കിലും ആയിട്ട് അവർക്ക് വരണ്ടേന്നുള്ള രീതിയിൽ വരുന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാനിപ്പോ ഉള്ളത്. കാരണം ഒഫീഷ്യൽ ഒരു കൺഫർമേഷൻ വരാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാൻ ബോയ്ക്കോട്ട് ചെയ്താലും കറന്റ്ലി ഒരു ഇന്ത്യൻ ടീമിന്റെ സിറ്റുവേഷൻ വെച്ചിട്ട് ഇന്ത്യക്ക് ആ പോയിന്റ് കിട്ടാനുള്ളത് ആ 2 പോയിന്റ് ഇന്ത്യക്കാണ്. പാകിസ്ഥാൻ മറ്റേ ബോയ്ക്കോട്ട് ചെയ്ത് വെച്ചിട്ട് അതിലൊരു മാറ്റം വരാനില്ല. അപ്പൊ അത് ഇനിയിപ്പൊ ആധാരം മുന്നേ കണ്ടുകൊണ്ടാണ് മറ്റേ ഇവരിത് ചെയ്യുന്നത് നമുക്ക് അറിയില്ല. എന്തായാലും ഫിംഗർ ക്ലോസ് നമുക്ക് നോക്കാം. എന്തായാലും മാച്ച് ഒബ്വിയസ്ലി ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറഞ്ഞ ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പൊ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മറ്റേ ആഷസ് മാച്ച് പോലത്തെ നല്ലൊരു മാച്ചാണ് ഇന്ത്യ മറ്റേ പാകിസ്ഥാൻ മാച്ച്. ഒബ്വിയസ്ലി അത് മിസ്സാക്കാൻ ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള അല്ലാണ്ട് ഒരു ക്രിക്കറ്റ് പ്രേമി എന്നുള്ള രീതിയിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഒരു വേൾഡ് കപ്പിൽ എന്തായാലും ഒരു മാച്ച് ഉണ്ടാവണം, എന്തെങ്കിലും ഒരു ഇന്റൻസിറ്റി ഉണ്ടാവും. പക്ഷേ നമ്മള് അങ്ങനെ നോക്കി പറയുമ്പോ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യ ആയിക്കോട്ടെ, പലതവണ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മുടെ ഏഷ്യ കപ്പില്, അതായത് എല്ലാവരും നമ്മള് ബ്രോഡ്കാസ്റ്റ് എടുക്കാൻ പൈസ വേണം എന്നുള്ള ഒരു ലെവലില് ഒരു ഏഷ്യ കപ്പിൽ 3 പ്രാവശ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ നടന്നത്. പക്ഷെ ഇന്ത്യ വളരെ ഈസി ആയിട്ട് ആ കളികളെല്ലാം വിജയിച്ചു. അപ്പോ നമുക്ക് ഈ കളിയെ കുറിച്ച് പറയുമ്പോൾ കണ്ടീഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതപ്പോ ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന കളികളും ഇന്ത്യയിൽ വെച്ച് കളികളും നോക്കുമ്പോൾ നമ്മൾ 2 തരത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യ കുറച്ചും കൂടി ബാറ്റിംഗ് ഫ്രണ്ട്ലി, ശ്രീലങ്ക കുറച്ചും കൂടി ബോളിംഗ് ഫ്രണ്ട്ലി ആയ പൊതുവെ നോക്കി കാണുന്നത് അങ്ങനെയാണ്. അപ്പോ അബിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഏത് മാച്ചാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് ശ്രീലങ്ക മാച്ചാണോ കൂടുതലായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ മാച്ചും കാണുമെന്ന് എനിക്കറിയാം, എന്നാലും എങ്കിലും ഏത് മാച്ചാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് മാച്ചസ് നടക്കാൻ ചാൻസ് കൂടുതൽ? ഞാൻ കൂടുതലും നോക്കിക്കാണുന്നത് ഇന്ത്യയിലുള്ള മാച്ചസ് തന്നെയാണ്. കാരണം ഇപ്പൊ തന്നെ നല്ലപോലെ ബാറ്റിംഗ് സ്കോറുകൾ നല്ലപോലെ കൂടുന്നുണ്ട്. ഇപ്പോ T20 മാച്ചസ് എടുത്തു കഴിഞ്ഞാൽ 200 ഒക്കെ ഇപ്പൊ ആവറേജ് ആയി തുടങ്ങി. പിന്നെ റീസെന്റ് നടന്ന സീരീസ്, നമ്മുടെ ഇന്ത്യ ന്യൂസിലൻഡ് സീരീസ് ഒക്കെ നോക്കിയാലും 200 ഒക്കെ ഈസി ആയിട്ട് ആവുന്നുണ്ട്. പിന്നെ അടിപൊളി ബാറ്റിംഗ് ആണ് എല്ലാ ടീംസും. അപ്പോൾ ഞാൻ കൂടുതലും നോക്കിക്കാണുന്നത് ഇന്ത്യയിലുള്ള ഇന്ത്യൻ പിച്ചസിലുള്ള മാച്ചസും, പിന്നെ മോസ്റ്റ് ഓഫ് ദ മാച്ചസ് ഇന്ത്യയിലാണ് നടക്കുന്നത്. സോ ഐ ആം എക്സ്പെക്ടിങ് ഫയർവർക്സ് ദാറ്റ്. ഓക്കെ, അപ്പൊ അബിയുടെ അഭിപ്രായത്തില്, അല്ല അബിന്നല്ല, നമ്മളെ പൊതുവെയുള്ള പ്രേക്ഷകരുടെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി 6കളും 4കളും പോകുന്നത് കാണാനാണ് പ്രേക്ഷകർക്ക് ഇപ്പൊ താല്പര്യം. വരുണിന്റെ അഭിപ്രായത്തിൽ ക്രിക്കറ്റിന്റെ ഒരു മാധുര്യം എന്നല്ല, ഒരു ബ്യൂട്ടി എന്ന നിലയിൽ ഇപ്പം ബാറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോളിംഗും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നമ്മളെ T20യിലേക്ക് ഇപ്പൊ വരുമ്പോ ബോളിങ്ങിന് ഒരു പ്രാധാന്യം ഇല്ലാതെ ബാറ്ററിനെ പരദീസി ആയിട്ട് ഗ്രൗണ്ടുകൾ മാറുന്നുണ്ടോ? എന്താണ് വരുണിന്റെ അഭിപ്രായം? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ പിച്ചസിൽ ഇപ്പൊ സ്പിന്നാണ് മെയിൻലി ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്പിന്നേഴ്സ് വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, they have been in a good form for recent years. പിന്നെ ഇപ്പൊ പറയുമ്പോ ഇപ്പൊ ശ്രീലങ്കയുടെയും ബോളിംഗ് ലൈനപ്പ് നല്ലതാണ്. അവർക്ക് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട്, പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഏത് ടീമിനും എല്ലാ ടീമിനും അവരവരുടെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് മെയിൻ. ഇപ്പോ
അസോസിയേറ്റ് നേഷൻസ് അവര് എന്താ ഫാക്ടേഴ്സ് വെച്ചാൽ കളിക്കണം ഇപ്പൊ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇന്റർനാഷണൽ ടീംസിന് വരെ. സോ നമ്മള് ICC ടൂർണമെന്റ്സിന്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളെ ഇന്ത്യനെ കുറിച്ച് എല്ലാവരും വളരെ വാദോരാതെ സംസാരിച്ചാലും നമ്മൾ ഇതിനകത്ത് വളരെ മറന്നു പോകുന്ന ഒരു ടീമുണ്ട്, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ടീം എപ്പോഴും ടൂർണമെന്റിന്റെ മുമ്പിൽ എത്തുമ്പോൾ, അതായത് ICC ടൂർണമെന്റിൽ എപ്പോഴും നമ്മളെ അവരുടെ ഒരു മെന്റാലിറ്റി വളരെ ബീസ്റ്റ് മെന്റാലിറ്റിയിലൂടെയാണ് അവർ ടൂർണമെന്റിലേക്ക് വരിക. റീസെന്റ് ഫോം ഒന്നും അത്ര നല്ലതല്ലെങ്കിലും എന്താണ് ചെയ്തു ഇപ്പൊ ഓസ്ട്രേലിയയെ അങ്ങനെ തള്ളി പറയാൻ പറ്റും? തീർച്ചയായിട്ടും ഇല്ല. കാരണം നമ്മളിപ്പോ എല്ലാ കൊല്ലം ഒരു 2000 തൊട്ട് നമ്മൾ കളികൾ എല്ലാവരും റിപ്പീറ്റ് ഹൈലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു ഓസ്ട്രേലിയൻ ടീമിന്റെ ആ ഒരു ബിൽഡപ്പ് എങ്ങനെയാണ്. ഇപ്പൊ അതിന് മുമ്പത്തെ സീരീസ് അവര് ജയിച്ചില്ലെങ്കിലും എസ്പെഷ്യലി വാം അപ്പ് മാച്ചസ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന വാം അപ്പ് മാച്ചസിലും കുറെ അഭിപ്രായം വരുന്നത് അവര് അങ്ങനെ അധികം അവരുടെ ആ ഒരു മെന്റാലിറ്റി പെർഫോം ചെയ്തില്ല എന്നാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഓസ്ട്രേലിയ എന്നൊരു ടീം ആ ഒരു മാച്ച് ഡേ വരുമ്പോ അല്ലെങ്കിൽ ആ പ്രഷർ സിറ്റുവേഷൻ വരുമ്പോ അവരുടെ ആ ഒരു മൈൻഡ് ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് നമ്മൾ എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. അപ്പോ അവർ ഇപ്പോഴത്തെ ഒരു പ്ലേയിങ് ഇതിൽ വെച്ചിട്ട് നമുക്ക് അവരങ്ങനെ എത്ര പെട്ടെന്ന് എഴുതള്ളാൻ പറ്റില്ല. കാരണം ഒന്നില്ലെങ്കിലും ODI വേൾഡ് കപ്പിൽ ആൺ പോലിംഗ് തന്നെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് എടുത്ത അവരല്ലേ. സോ യെസ്, എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ഫൈനൽസ് വരാൻ പറ്റിയ എന്റെ ഒരു 2 ടീമിൽ ഒരെണ്ണം ഓസ്ട്രേലിയ ആണ്, പിന്നെ മറ്റൊന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അഫ്കോഴ്സ്. അപ്പോ നമ്മൾ വേറൊരു കാര്യം മറന്നു പോകുന്നതല്ല, നമ്മളെ ഏത് ICC ടൂർണമെന്റ്സിലും ഒരു വളരെ നമ്മളെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഒരു ക്രിക്കറ്റ് പ്രേമികളുടെ എല്ലാവർക്കും ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ടീമാണ് സൗത്ത് ആഫ്രിക്ക. എല്ലാ ടൂർണമെന്റിലും അവർ ഫൈനൽസ് ആയിരിക്കാം അല്ലെങ്കിൽ സെമി ഫൈനൽസിൽ അൺലക്കി ആയിട്ട് കപ്പുകൾ റീസെന്റ് ആയിട്ട് കിട്ടാത്ത ഒരു ടീമാണ്. പക്ഷെ ലാസ്റ്റ് ടൈം നടന്ന ICC ടെസ്റ്റ് സീരീസിൽ അവര് കപ്പടിച്ചിട്ടുണ്ട്. സോ അവർക്ക് ആ ഒരു പ്രശ്നം നേടുന്നു. അതായത് ICC കപ്പുകൾ ട്രോഫികൾ ഇല്ല എന്ന് പറയുന്ന ആ ഒരു എന്താ പറയണ്ടേ ബേർഡൻ മാറി. റോഷന്റെ അഭിപ്രായത്തിൽ അവരെ എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? അവര് ഒരിക്കലും കളയാൻ പറ്റാത്തൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. കാരണം അവരെ പത്ത് ബാറ്റിംഗ് ലൈനപ്പ് എടുത്ത് നോക്കിയാലും ബോളിംഗ് ലൈനപ്പ് എടുത്താലും ടോപ്പ് പ്ലെയേഴ്സ് ആണ് അവരുള്ളത്. അതായത് ഏത് ഇപ്പൊ നമ്മളൊരു ഡൊമസ്റ്റിക് ലീഗ് ഇപ്പൊ ലീഗിലാണെങ്കിൽ ഇപ്പൊ സപ്പോസ് IPL, ബിഗ് ബാഷ്, എല്ലാ ടീമിന്റെയും സ്ട്രൈക്ക് പ്ലെയേഴ്സ് ആണ് അവരെ ടോപ്പ് 11 അതായത് ഏതൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ്. അതായത് നമ്മൾ തോക്കുന്നു വിചാരിക്കുന്നിടത്ത് സുഖമായിട്ട് ജയിപ്പിക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ആണ് സൗത്ത് ആഫ്രിക്കയുടെ ലെവലിലുള്ളത്. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്ത മറ്റേ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മറ്റേ സീരീസ് ആയിട്ട് എടുത്ത് നോക്കും. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ ഡെവാൾ പ്രവിസും മറ്റേ മാർക്കോ യാൻസനും കൂട്ടി പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മിസ്സിനാണ് ഇന്ത്യ ജയിച്ചത്. പാർട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്ത് മാർക്കോ യാൻസൺ പോലത്തെ ഒരു ബോളറെ വെച്ചിട്ട് അവരെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അവരെ അറ്റം വരെ എത്തിച്ച്. അത് ഇന്ത്യ സ്വന്തമായി ഭാഗ്യമില്ലാത്തൊരു തോറ്റൊരു കളിയായിട്ട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ മാച്ച് അവർ ജയിക്കുകയും ചെയ്തു, അതും ഈ സെയിം സ്ട്രാറ്റജി വെച്ചിട്ട്. അവരെ ഒരിക്കലും നമുക്ക് തള്ളി കളയാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. അവര് ഇപ്പൊ ഈ കഴിഞ്ഞ മറ്റേ വേൾഡ് കപ്പിലാണെങ്കിലും ഈ T20 വേൾഡ് കപ്പിലാണെങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിലാണെങ്കിലും ടോപ്പ് ഫോമിലായിരുന്നു. അവരൊരു ഭാഗ്യമില്ലാത്ത ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അവര് തോറ്റത്. അവരുടെ ഭാഗ്യം എന്തായാലും ICC ടെസ്റ്റ് സീരീസ് അവര് വേൾഡ് കപ്പ് അടിച്ചോടെ അത് തിരിച്ചു വന്നത് ശരിയാണ്. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് മറ്റേ സൗത്ത് ആഫ്രിക്ക ഒരു കപ്പ് അടിക്കണം. ക്രിക്കറ്റ് പ്രേമിയാണ്, ഞാനും ക്രിക്കറ്റ് പ്രേമിയാണ്. ഞാൻ ചെറുപ്പം മുതൽ ആഗ്രഹിക്കുന്ന കാര്യം സൗത്ത് ആഫ്രിക്ക കപ്പ് അടിക്കും. കാരണം അത്രയും ഡിസേർവിംഗ് ആയ ടീമാണ്. അതെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനല് നമ്മൾ ഇന്ത്യയുടെ മാത്രമാണ് സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. സൂര്യകുമാറിനെ കേസില്ലെങ്കിൽ ചിലപ്പോൾ കളി മാറി. അതിപ്പോ വേറൊരു ടീമായിരുന്നു അവിടെ, മേ ബി ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഓബിയസ്ലി സപ്പോർട്ട് ചെയ്യും, കാരണം അതുപോലെ നല്ല ടീമാണ്. പിന്നെ ഇതിൽ തന്നെ ആഡ് ചെയ്യാൻ വേറൊരു ടീം കൂടെ ഉണ്ട് ICCയിൽ. അത്യാവശ്യം നല്ല പോലെ ഒരു ഹേറ്റേഴ്സും ഇല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ന്യൂസിലൻഡ്. അവരൊരു ഡാർക്ക് ഹോഴ്സ് സെറ്റപ്പ് ആണ് അവര്. ഏതൊരു ICC ടൂർണമെന്റ് എടുത്താലും നല്ല ടീമും ഉണ്ട് അവർക്ക്. സോ ഐ തിങ്ക് ദേ ആർ ഓൾസോ അപ്പ് ദേർ. ഈ പറഞ്ഞത് വളരെ പോലെ. പക്ഷേ ന്യൂസിലാൻഡ് റീസെന്റ് ഫോം വളരെ മോശമാണ്. T20 ആണ് എക്സ്പെഷ്യലി. ലാസ്റ്റ് T20 വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അവർക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അവർ സൂപ്പർ 8 തന്നെ അവർ പുറത്തായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പക്ഷെ വേറെ ഇപ്പൊ ഈ ന്യൂസിലാൻഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ODIയിൽ ടോപ്പ് നോച്ച് ടീമാണ്. പക്ഷെ അവരാ പ്ലേയേഴ്സ് തന്നെ T20 വന്നപ്പോ സപ്പോസ് ഇപ്പൊ ഡാരൻ മിച്ചലിന്റെ കാര്യം തന്നെ എടുത്തോ, ഡാരൻ മിച്ചൽ കളിക്കും. പക്ഷെ എന്താ വെച്ചാൽ സ്ട്രൈക്ക് റേറ്റ് വിഷയമാണ്. ഇതൊരു പോയിന്റ് ആണ്. ഈ ഒറ്റ കാര്യം കൊണ്ടാണ് ന്യൂസിലാൻഡിനെ എല്ലാവരും താഴ്ത്തി കാണുന്നത്. ന്യൂസിലാൻഡ് പ്ലേയേഴ്സിന്റെ സ്ട്രൈക്ക് റേറ്റ് വെച്ചാൽ അത് പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റേ തള്ളിക്കളയാൻ പറ്റില്ല. പ്ലേയേഴ്സ് ടീം സേഫ്
ഫിന്നലെ ഇപ്പൊ വേറെ ലെവൽ ഫോമിലാണ് ഇപ്പോ. ആ ഫിന്നലെ Glenn Phillips. BPL പ്ലെയർ ഓഫ് മോസ്റ്റ് റൺസ് Major league. മോസ്റ്റ് റൺസ് എടുത്തത് മറ്റേ ഫിന്നല. അല്ല BBL കണ്ട ഒരാൾക്കാരും ഫിന്നലന്റെ പവർ ഏത് ഇല്ല റീസെന്റ് ലാസ്റ്റ് ഇന്ത്യ നടന്ന ലൈക്ക് അവസാനത്തെ മാച്ചിൽ ഫിൻലാൻഡ് കളിച്ചു. ഫിന്നലെ കളിച്ച് അവരാണ് സ്കോർ അടിച്ചത്. അപ്പൊ അത് നമുക്ക് പറയാം. ഇപ്പൊ എന്ന് വെച്ചാല് അവരൊരു മിഡിൽ ഓർഡറിന്റെ ഒരു പ്രശ്നം കൂടി അവരൊന്ന് പരിഹരിച്ച് ഈ രജിൻ രവീന്ദ്രയും ഡാരൻ മിച്ചലും അവർ വിചാരിച്ചൊരു ഫോമിൽ എത്താണ്. ഇപ്പൊ മാർക്ക് ചാപ്മാൻ ഒരു പ്ലെയർ ഉണ്ട്. ഇയാളൊക്കെ വിചാരിച്ചൊരു ഫോമിൽ എത്താണെങ്കിൽ വെൽ ബാലൻസ്ഡ് ടീമാണ്. അവരൊരു കണ്ടന്റർ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാം. അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് അവർക്ക് ഒരു റോൾ മോഡൽ. എങ്ങനെയാ ടീം ലീഡ് ചെയ്യണത്, ബാറ്റിംഗ് ബോളിംഗ്. ക്യാപ്റ്റൻ ഇസ് റിയലി സാറ്റ്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്ലെയറിനെ കുറിച്ച് പറയാൻ നമുക്ക് ഈ വീഡിയോ കഴിയില്ല. എങ്കിലും ലാസ്റ്റ് നമ്മളൊരു അവസാനത്തെ നമ്മുടെ ഈ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ നമുക്ക് എപ്പോഴും ഫേവറേറ്റ്സിനെ പറയുമ്പോൾ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ 20 ടീം വരുമ്പോൾ ആരായിരിക്കാം ഈ ടീമിലെ ഒരു ബ്ലാക്ക് ഹോഴ്സ്, അതായത് കറുത്ത കുതിരകളായിട്ട് ആരായിരിക്കും നമുക്ക് ഏത് ടീമിനെയൊക്കെ കാണും? ബ്ലാക്ക് ഹോഴ്സ് ആയിട്ട് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ കാണുന്ന ഒറ്റ ടീം തന്നെ ഒരു കോമൺ ആയിട്ട് ഇത് കോമൺ സെൻസ് പറഞ്ഞാല് റോഷന്റെ മൈൻഡിലാണ് അത് അഫ്ഗാൻ. ഇപ്പൊ റോഷൻ ആണെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും ഒരു മെജോറിറ്റി ആൾക്കാരും പറയുന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു. ഓക്കെ, പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ പിച്ചുകളിൽ അഫ്ഗാനിസ്ഥാന്റെ ബോളർമാർക്ക് ഞാനത് ഇന്ത്യൻ പിച്ചുകൾ മോസ്റ്റ്ലി ഇതൊരു ബാറ്റിംഗ് പിച്ച് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല അവര് ഇപ്പൊ ഇന്ത്യൻ പിച്ച് ഇതുപോലെ പറയുന്നത് തന്നെ ഫ്ലാറ്റ് പിച്ച് ആണെങ്കിൽ തന്നെ ഇന്ത്യൻ കണ്ടീഷൻസ് നല്ലപോലെ അറിയാവുന്ന പ്ലേയേഴ്സ് ആണ് അഫ്ഗാനിസ്ഥാനികള്. ബാറ്റ്സ്മാനാണെങ്കിലും നല്ല എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് മറ്റേ ഇപ്പൊ ഒരു വെസ്റ്റ് ഇൻഡീസിനെതിരെ സീരീസ് നടന്നു. അവര് 3-2 2-1 ജയിച്ചു. ലാസ്റ്റ് മാച്ച് മറ്റേ വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു. അതിലും ഒരു പ്രോപ്പർ ആയിട്ട് ഫസ്റ്റത്തെ 2 കളിയിൽ ഒരു ബാറ്റിംഗിലും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ട് ബോളിംഗിലും പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഈക്വൽ കോൺട്രിബ്യൂഷൻ 2 തന്നെ. അവര് അഫ്ഗാനിസ്ഥാന്റെ ഒരു പോരായ്മ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് അവരൊരു ബാറ്റിംഗ് ആണ്. ആ ബാറ്റിംഗ് പരിഹരിച്ച് ഇപ്പൊ മറ്റേ ഇബ്രാഹിം റഹ്മാൻ മറ്റേ ഗുർബാസിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. ഗുർബാസ് ഓപ്പണിംഗ് അത്തലാണ് 1 ഡൗൺ. അത്തലും അവരാ ഫസ്റ്റത്തെ ഒരു 3 ഓവറും പിന്നെ മറ്റേ ഡാറിസ് റസൂലി തൊട്ട് പുതിയ പ്ലെയർ അവരാണ് മറ്റേ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടോപ്പ് സ്കോറർ. അതായത് അവര് ഒരു ബാറ്റിംഗ് അവര് മെച്ചപ്പെടുത്തിയപ്പോ മിഡിൽ ഓർഡർ ഒബ്വിയസ്ലി നമുക്ക് അറിയാം. നബി ഉണ്ട്, റാഷിദ് ഉണ്ട്, ഒരു പവർ ഹീറ്റേഴ്സ് അവർക്കുണ്ട്. അപ്പൊ അവരാ ഒരു സ്റ്റെബിലിറ്റി മറ്റേ കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയാം നമുക്ക് എന്തായാലും T20 പോലെ സ്റ്റാർട്ട് ചെയ്യണം കാണാം എത്രത്തോളം അത് എപ്പോഴും ICC ടൂർണമെന്റ് അവരൊരു കറുത്ത കുതിരയായിട്ടാണ്. സോ വരുണിന്റെ ഒരു അഭിപ്രായത്തിലും അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. സോ സേതു ആരെയാണ് നോക്കി കാണുന്നത്? ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് ഇപ്പോ എന്റെ ഒരു ഇതില് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ടീം എനിക്ക് പറയാനില്ല. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ അവർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്. ബട്ട് എന്നിരുന്നാൽ കൂടെ തന്നെ കുറെ അടിപൊളി ടോപ്പ് ലെയർ ടീംസ് ഉണ്ട്. സോ ചാൻസസ് ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ എന്റെ ഒരു ഇതില് ഡാർക്ക് ഹോഴ്സസ് ഞാൻ അങ്ങനെ ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ അബിയുടെ അഭിപ്രായം കൂടി പറഞ്ഞാൽ നമുക്ക് എന്റെ അഭിപ്രായത്തിലും അഫ്ഗാനിസ്ഥാൻ ഉണ്ട് ബ്ലാക്ക് ഹോഴ്സസ് ആയിട്ട്. ബട്ട് വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത് ശ്രീലങ്കയിൽ കളി നടക്കുന്നുണ്ട്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ശ്രീലങ്കാസ് ഗ്രൂപ്പ്, അവിടെ ഓസ്ട്രേലിയയും ശ്രീലങ്കയാണ് ഒരു ടോപ്പിൽ നിൽക്കുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നത് അവർക്ക് ഒരു 3 മാച്ചസ് അവർക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇഫ് ദ പ്ലേ ഇൻ ശ്രീലങ്ക ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഞാൻ ശ്രീലങ്കയിലും ഒരു ഡാർക്ക് ഹോഴ്സ് എനിക്ക് മനസ്സിൽ തോന്നിയൊരു ശ്രീലങ്കയും ഒരു പക്ഷേ അതെ ഇപ്പൊ അവിടുത്തെ റീസെന്റ് ഫോം വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. ഒരു പണ്ടല്ല 2011 2010 ജയസൂര്യ കോച്ചിങ്ങിന്റെ കീഴിൽ ഇനി ഒരു ടീം വരുന്നുണ്ട്. സോ നമുക്ക് ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇന്നൊന്നും ഈ വീഡിയോ അവസാനിക്കില്ല. സോ നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു സോറി അതായത് ഇതിനൊരു എൻഡ് പോലെ നമുക്ക് എല്ലാവർക്കും ഓരോ വിന്നറിനെ പറഞ്ഞോട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ആരെയാണ് ഒരു വിന്നറായിട്ട് കാണുന്നത്? അതൊരു ചോദ്യമാണ്. നമ്മള് ഓഫ്കോഴ്സ് ഞാൻ ഇന്ത്യക്ക് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇന്ത്യ ഞാനും ഇപ്പോ കറണ്ട് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ബോളിംഗ് ലൈനപ്പ് ആയാലും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. ഇപ്പോ ഞാൻ ഇന്ത്യൻ ഫാൻ ആയതുകൊണ്ടല്ല, ഒരു ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇന്ത്യൻ ഇപ്പൊ ഒരു അൺസ്റ്റോപ്പബിൾ ടീമാണ്. അത് മൊമെന്റത്തിലാണ്. ഇപ്പൊ അണ്ടർ ന്യൂ കോച്ചിങ് സ്റ്റാഫ്
പിന്നെ ഗംഭീർ റെഡ്ഡിയിലാണെങ്കിലും പിന്നെ സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസിയിലായാലും. സോ എന്റെ ഒരു അഭിപ്രായത്തിലും ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റ്സ്. പിന്നെ പറഞ്ഞ പോലെ ഡാർക്ക് ഹോഴ്സസിന്റെ അട്ടിമറി ജനങ്ങൾ ഉണ്ടായെങ്കിൽ ചിലപ്പോ വേറെ ടീമിനെ റോഷന്റെ അഭിപ്രായം കൂടി. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, എനിക്ക് ഇപ്രാവശ്യം ഒരു കപ്പ് അടിക്കണം എന്ന് ആഗ്രഹമുള്ള ടീം സൗത്ത് ആഫ്രിക്ക. പിന്നെ പറഞ്ഞ പോലെ ഡാർക്ക് ഹോഴ്സസ് ഒരിക്കലും ഈ കപ്പ് അടിക്കുന്നല്ല, അതായത് ഒരിക്കലും അവര് കപ്പ് അടിക്കുന്ന ആരും പറയുന്നില്ല. അവരെ മാക്സിമം അവർ എത്താന്ന് വെച്ചാല് ബാക്കിയുള്ളവരെ അവസരം തടയും. അത് നല്ലപോലെ അവര് ചെയ്യും. അപ്പൊ സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് ഞാൻ സപ്പോർട്ട് വരുണിന്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്. ഇന്ത്യ ഹോം അഡ്വാൻറ്റേജ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. പിന്നെ സൗത്ത് ആഫ്രിക്ക ജയിക്കണം. അവരുടെ കയ്യിൽ ഇനി ട്രോഫി ഇല്ലാന്ന് ആരും പറയില്ല. ഒരു ട്രോഫി ഓൾറെഡി ഉണ്ട്, അടുത്തത് ലോഡിംഗ് ആണ്, അതും പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ ഒരു രണ്ട്, ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക. സോ എന്റെ ഒരു അഭിപ്രായം പറയാം, ഒരു ഡൗട്ടും ഇല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയാണ് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ റീസെന്റ് ഫോം വളരെ ബീസ്റ്റ് മൂഡിലാണ് അവർ വരുന്നത്. എല്ലാ മാച്ചും ബൈലാറ്റർ സീരീസ് മുഴുവൻ ജയിച്ചുകൊണ്ടാണ്, വളരെ കോൺഫിഡൻറ്റോടെയാണ് ഇന്ത്യ ഈ വേൾഡ് കപ്പ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ അവസാനിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, ആരായിരിക്കും ഈ ഒരു വേൾഡ് കപ്പിന്റെ വിന്നർ എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കറുത്ത ഹോട്ട്സ്, അതായത് ബ്ലാക്ക് ഹോട്ട്സ് ആയിട്ട് ആരും നിങ്ങൾ കാണുന്നത് വെച്ചാൽ അതും കൂടി അഭിപ്രായത്തിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.